ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, കടച്ചായി നല്ല രാവിലെ സമയത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഗോസ്പൽ വോയിസ് മൂലമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, എല്ലാവരും നിന്റെ തിരുസന്നിധിയിൽ കൊണ്ട് വയ്ക്കുവാൻ, ഓരോരുത്തരെയും വ്യക്തിപരമായി കുടുംബമായി പേരായി അനുഗ്രഹിക്കുവാൻ കർത്താവ് കൊടുത്ത കൃപകൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലിരിക്കുന്ന കർത്താവെ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി പല രാജ്യങ്ങളിലിരുന്ന് നിന്റെ കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണം, അവരുടെ ഭവനത്തിന് അനുഗ്രഹമായി മാറണം, അവരുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറണം. അവരുടെ കണ്ണുനീരും ശാപങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റി ദൈവകൃപയിലെ, ദൈവസ്നേഹത്തിലെ, ദൈവബലത്തിലെ, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള കൃപ ഓരോരുത്തർക്ക് നീ തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം വിഷയത്തിൻ്റെ മുന്നേ നിന്റെ കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുന്നു, ഏതെല്ലാം വിഷയങ്ങളാണ് അവരുടെ വിശ്വാസ കപ്പലെ തകർക്കുന്നത്, അവരെ നശിപ്പിക്കുന്നത്, കർത്താവെ, അതിൻ്റെ എല്ലാം മധ്യയിൽ ദൈവത്തിൻ്റെ വലിയ കരം, അത്ഭുതകരമായിട്ടുള്ള കരം കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നീട്ടണമേ. പച്ചാ, ഒരുത്തരും കൈവിടപ്പെട്ടു പോകരുതേ, നാണിച്ചു പോകരുതേ, ക്ഷീണിക്കരുതേ, തളർന്നു പോകരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് നിന്റെ കരത്തിൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറയായി നിന്റെ കുഞ്ഞുങ്ങൾ ബലത്ത് ഓങ്ങി നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. ജോലി ഇല്ലാത്തവർക്ക് ജോലി, വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, വിവാഹ കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ ജനിക്കാത്തവർ കുഞ്ഞുങ്ങൾ, ഭവനമില്ലാത്തവർക്ക് ഭവനം, എന്തെന്ത് വിധത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ നടക്കണമോ അത് അത്രയും കർത്താവ് താരം. അനേക രോഗത്തിനാലും അനേക പ്രയാസത്തിനാലും ക്ഷീണിതരായിരിക്കുന്നു. സമ്പാദിക്കുന്ന പണമെല്ലാം വൈദ്യന് വേണ്ടി കൊടുക്കുന്നു. അവർക്കെല്ലാം കർത്താവ് ഇറങ്ങി വന്നൊരു പരമവൈദ്യനായിരുന്നു. അത്ഭുതം പ്രവർത്തിക്കണം. നിന്റെ മുറിവേറ്റ കരം കുഞ്ഞുങ്ങളോട് ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ പ്രാർത്ഥന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ MAG ഗോസ്പൽ വോയിസ് മൂലമായി ലോകം മുഴുവനും നമ്മുടെ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് ഇത് പ്രയോജനമായിരിക്കുന്നു. അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കാണുമ്പോൾ നിശ്ചയമായിട്ട് സ്വർഗം ഇതിൻ്റെ മധ്യയിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 14 ദിവസങ്ങളായി വീട് വിട്ട് വെളി വന്ന് തുടർന്ന് മീറ്റിംഗ് നടക്കുന്നു. അടുത്ത 29 തീയതി വരയ്ക്ക് മീറ്റിംഗ് ഉണ്ട്. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എന്നെ ബലപ്പെടുത്തണം, ദൈവം എന്നെ ശക്തീകരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. കർത്താവ് ശക്തമായി എടുത്ത് ദേശത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. കടന്ന ആഴ്ചയിൽ ഏതാണ്ട് 28 പേര് സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇനി അനേകർ സ്നാനപ്പെടണം, ദൈവനാമം മഹത്വമെടുക്കണം. അനേകർ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അനേകരുടെ കുടുംബത്തിലെ, ശരീരത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവ് അത് ചെയ്യണം. അവരുടെ ഭവനം, അവരുടെ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1241 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പിള്ളേർ നമ്പർ ഇട്ടിരിക്കുന്ന കുറച്ച് തെറ്റായിട്ടിരിക്കുന്നു. ഇല്ല, ഇന്ന് നമ്മൾ ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡേ 1241 ദിവസമാണ്. ഇന്ന് നമുക്ക് ഒരു വാക്യം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29 വാക്യം. 2 സാമുവേൽ 7:29. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ള വിശ്വാസത്തോടുള്ള വാക്കാണ്. എന്തെന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. ദൈവം പറഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ ഭവനത്തിൽ അനുഗ്രഹിക്കും. എനിക്ക് അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നു. അനേകർ പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണുനീരോടെ വിളിച്ചു പറയുന്നത് കുടുംബത്തിൽ സമാധാനമില്ല, കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയില്ല, ഭവനത്തിനകത്തൊരു സന്തോഷമില്ല, സമാധാനമില്ല. ചിലർ പറയുന്നത് ഭവനത്തിലോട്ട് പോകാനേ പേടിയാണ്. എവിടെയെങ്കിലും റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വെളിയിലാണെങ്കിലും സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. വീടിനകത്ത് വേറെ ഒരു സ്വസ്ഥതയുമില്ല. ഏതോ ഒരു നരകം പോലെ തോന്നുന്നു. ഭയങ്കര ഭയമാണ്. താമസിക്കാൻ തോന്നുന്നില്ല, ഇരിക്കാൻ തോന്നുന്നില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല, കഴിച്ചാൽ തൃപ്തിയാകുന്നില്ല. ഇങ്ങനെ പലരുടെ കംപ്ലൈൻറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നുണ്ട്.
ചിലർ പറയുന്നത് ഈ വീട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ശരിയില്ല, എൻ്റെ സ്ഥാനം ശരിയില്ല, ഇങ്ങനെയൊക്കെ പല കംപ്ലൈൻറ്റുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മളിരിക്കുന്ന സ്ഥാനമോ അല്ലെങ്കിൽ നമ്മുടെ ശൂന്യതകളൊന്നും ദൈവത്തിന് വിഷയമല്ല. എവിടെയും കർത്താവ് നമ്മളെ കാക്കുവാനും സൂക്ഷിക്കുവാനും സർവശക്തനാണ്. നമുക്ക് ദൈവം ചമച്ചു കൊടുത്ത ഭവനത്തിൽ ദൈവം ഉണ്ടോ എന്നുള്ളത് മുതൽ നമ്മൾ നോക്കണം. ദൈവം ആ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. ദൈവം പറയുന്നത് തൻ്റെ ഭക്തന്മാരുടെ ഭവനത്തിൻ്റെ മേൽ അവരുടെ കണ്ണ് എപ്പോഴും തുറന്നിരിക്കുമെന്ന്. തൻ്റെ ഭക്തന്മാരുടെ ഭവനത്തിൻ്റെ മേൽ തൻ്റെ വലത് കൈ എപ്പോഴും ഉയർന്നിരിക്കുമെന്ന്. അവന് വെള്ളം പോലെ ശത്രു വരുമ്പോഴത് പരിശുദ്ധാത്മാവ് കൊടി ഉയർത്തുമെന്നാണ് വേദപുസ്തകം നമുക്ക് പഠിപ്പിക്കുന്നത്. ഇയ്യോബെയും അവൻ കുടുംബത്തെയും ദൈവം തമ്പുരാൻ തീമതിൽ കെട്ടി സൂക്ഷിച്ചതും കാണുന്നുണ്ട്. അതേപോലെ ദൈവം നമ്മളെയും സൂക്ഷിക്കുവാൻ മതിയായവനാണ്. അതുകൊണ്ട് നമ്മളിരിക്കുന്ന സ്ഥലമോ അതിൻ്റെ സ്ഥാനങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരു തടസ്സവുമല്ല. ദൈവം ആ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്, നിങ്ങളുടെ ദീർഘായുസ്സുണ്ട്. നിങ്ങൾക്കെല്ലാം ദൈവം തമ്പുരാൻ തരും. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ഡോക്ടർമാർക്കോ വക്കീലുക്കോ അത് നഷ്ടപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിറഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ആദാമും ഹവ്വായും ഏദേൻ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ എന്നും ആ സന്ധ്യായ സമയത്ത് ദൈവം കടന്നു ചെല്ലുന്നു, അവരെ അന്വേഷിക്കുന്നു, അവരോട് സന്തോഷിക്കുന്നു. അതുപോലെ ഇന്നും എന്നും നമ്മുടെ വീട്ടിൽ ദൈവം വരുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലോട്ട് ദൈവം വരുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ഭവനത്തിൽ ഇരിക്കരുത്. നമ്മുടെ വീട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവം പ്രസാദപ്പെടുന്ന ഒരു ഭവനമായി നമ്മുടെ ഭവനത്തെ നമ്മൾ മാറ്റണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ഭവനത്തിൽ ഇരിക്കരുത്. മാക്സിമം എല്ലാവരുടെ വീട്ടിലും TV കാണും, എല്ലാവരുടെ വീട്ടിലും പല കാര്യങ്ങൾ കാണും. അതൊന്നും ദൈവത്തിന് പ്രസാദം തോന്നാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ദൈവം വിലക്കിയതൊന്നും നമുക്ക് വേണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമുക്ക് വേണ്ട. വഴക്കോ മല്ലോ പിണക്കമോ വൈരാഗ്യങ്ങളോ ഒന്നും നമ്മുടെ ഭവനത്തിൽ ഇരിക്കരുത്. കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പട്ടിണി വരും, ദാരിദ്ര്യം വരും, രോഗം വരും. ആ സമയത്തെല്ലാം മനോരമ്യമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഒരുത്തരോടൊരുത്തർ പഴി പറയുന്നു, നിന്റെ നിമിത്തമാണ്, അല്ലെ എൻ്റെ നിമിത്തമാണ്, അവൻ്റെ നിമിത്തമാണെന്ന് പറഞ്ഞ് ആളുടെ മേൽ പഴി പോടരുത്, പഴിയിടരുത്. ദൈവമേ, നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ, നിന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ. ഈ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കേണ്ടത്. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും കർത്താവിൻ്റെ മുന്നിലിരിക്കണം. ദൈവത്തിൻ്റെ ആ നല്ല ഒരു അന്വേഷണത്തിനുള്ള കാവലിൻ്റെ അകത്ത് നമ്മുടെ ഭവനം ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. എന്നും എപ്പോഴും എൻ്റെ ഭവനം നിന്റെ മുന്നിൽ ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെയും നിന്റെ ഭവനത്തെയും അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ അപ്പത്തെയും തണ്ണീരെയും ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പോക്കും വരത്തെല്ലാം ഞാൻ അനുഗ്രഹിക്കും, നീ കൈ തൊട്ട് ചേർക്കുന്ന എല്ലാം അനുഗ്രഹിക്കുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനാൽ എപ്പോഴും കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ നിറഞ്ഞിരിക്കണം. അത് സന്തോഷമായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുക്കുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. തുടർന്ന് കൺവെൻഷൻ കൂട്ടമായതുകൊണ്ട് ഒത്തിരി ക്ഷീണമാണ്. ഇതെടുത്തങ്ങോട്ട് സംസാരിക്കാനുള്ള ശക്തി ഇപ്പം എൻ്റെ ശരീരത്തിലില്ല. നാക്കിലും ബലഹീനമുണ്ട്, ശരീരത്തിലും ബലഹീനമുണ്ട്. തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയാസം. അതിൻ്റെ മധ്യേ പ്രാർത്ഥന നിർത്തരുത്, തടസ്സമാകരുതെന്ന് കരുതിക്കൊണ്ടാണ് അല്പസമയം നിങ്ങൾക്ക് ഈ ആലോചന കൊടുക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ 1241 ദിവസം ഈ ആലോചന നിങ്ങളുടെ ഭവനത്തിൻ്റെ ശാപം മാറും, കണ്ണുനീര് മാറും, വേദന മാറും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും, രോഗസൗഖ്യമുണ്ടാകും, ദീർഘായുസ് കർത്താവ് തരും. നിങ്ങളുടെ എല്ലാ വിധത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഒരു ദോഷവും നിങ്ങൾക്ക് തട്ടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ കണ്ണുനീര് മാറും, നിങ്ങളുടെ വ്യാകുലങ്ങൾ മാറും. സകല വിഷയത്തിനും കർത്താവ് നിങ്ങൾക്ക് പരിഹാരം തരും. അതൊന്നുകൊണ്ടും വിഷമിക്കരുത്, മനം ചഞ്ചലപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. പൂർണ്ണ ബലത്തില്, പൂർണ്ണ കൃപയോട് നിൽക്കുക. ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കാവലും സൂക്ഷിപ്പും ഉണ്ടായിരിക്കട്ടെ.
ഒന്നുകൊണ്ട് നിങ്ങൾ തകരുവാൻ, നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്ത് തിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഗോസ്പൽ വോയിസ് മൂലമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന ഈ ഭാഗ്യമേറിയ നല്ല സന്ദർഭത്തെ ഓർത്ത് തിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ദേശത്തിൻ്റെ പല ഭാഗത്തുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കണ്ണുനീരോട് ആവലോട് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഞങ്ങളെ ഓർക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, അനേകർക്ക് ഷെയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് ആശ്വാസത്തിൻ്റെ കരം, അനുഗ്രഹത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം എൻ്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് സാറിബാത്ത് ദേശൂരിലെ ആ വിധവയും കുഞ്ഞും മരിക്കാൻ പോകുന്നതിന് മുന്നേ ദൈവം അത് കണ്ടു, മനസ്സിലാക്കി അങ്ങോട്ട് എലിയാവിനെ അയച്ചു. ആ ഭവനത്തിൻ്റെ എല്ലാ കഷ്ടവും കണ്ണുകളും കർത്താവ് മാറ്റി അതിശയത്തെ നീ ചെയ്തല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വമേറിയ കരം, നിന്റെ സർവശക്തിയുള്ള കരം, നിന്റെ ബലപ്പെടുത്തുന്ന കരം, അനുഗ്രഹത്തിന്റെ കരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായിരിക്കണം. ഒരുത്തർക്കും ഒരാപത്തോ അനർത്ഥമോ ഒന്നും വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. സകല ആശ്വാസത്തിനും കർത്താവെ, സകല സന്തോഷത്തിനും, സകല അനുഗ്രഹത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾ പാത്രമായിരിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന പച്ച ഓരോരുത്തരും ദൈവകൃപയിൽ നിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ ബലപ്പെടുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ, സ്നേഹത്തിൽ നിലച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട് കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ കരവും, ദൈവത്തിന്റെ തിരുസാന്നിധ്യവും, ദൈവത്തിന്റെ സ്നേഹവും, നിന്റെ പരിപാലനവും, നിന്റെ കാവലും എൻ്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീതിമാന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ. നിന്റെ വലത് കൈ അവൻ ഉയർന്നിരിക്കുന്നു പറഞ്ഞല്ലോ. അവന് വെള്ളം പോലെ ശത്രു വരുമ്പോഴത് പരിശുദ്ധാത്മാവ് അവന് കൊടി കയറ്റുമെന്ന് വേദങ്ങൾ വായിക്കുന്ന കർത്താവേ, അതേപോലെ യോബയും അവന്റെ കുടുംബത്തെയും തീമതിലിട്ട് സൂക്ഷിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളെയും തീമതിലിട്ട് സൂക്ഷിക്കണമേ. വചനത്തിനാൽ വേലയുടെ സൂക്ഷിക്കണമേ. നിന്റെ കർത്താവേ സ്തോത്രം, നിന്റെ പരിപാലനവും നിന്റെ കാവലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കണമേ. അവരുടെ കഷ്ടങ്ങൾ മാറണം, പ്രയാസങ്ങൾ മാറണം, രോഗങ്ങൾ മാറണം, കടബാധ്യതകൾ മാറണം, എല്ലാ ശാപങ്ങൾ മാറണം, എല്ലാ കണ്ണുനീര് മാറണം, എല്ലാ പോരാട്ടങ്ങൾ മാറണം. ഒരു വിധത്തിലും കുഞ്ഞുങ്ങൾ തകരുവാൻ, നശിക്കുവാൻ, നഷ്ടപ്പെടുവാൻ, കഷ്ടപ്പെടുവാൻ, കർത്താവെ വേദനപ്പെടുവാൻ, വ്യാകുലപ്പെടുവാൻ, കർത്താവെ ഹൃദയങ്ങൾ തകരുവാൻ ദൈവം സമ്മതിക്കരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. കണ്ണുനീരോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അയ്യോ എൻ്റെ ഭവനം തകരുന്നു, എൻ്റെ ഭവനം നശിക്കുന്നു, ഞങ്ങൾക്കൊരാശ്വാസമില്ല, ഞങ്ങൾക്കൊരു വിടുതലില്ല, ഞങ്ങൾക്കൊന്നുകൊണ്ടും ഒരു മനസ്സമാധാനമില്ല, എത്ര കഷ്ടപ്പെട്ടാലും എത്ര സമ്പാദിച്ചു കൊണ്ടുവന്നാലും അതെങ്ങോട്ട് പോകും ഞങ്ങൾക്ക് അറിയത്തില്ല. ആവശ്യമില്ലാത്ത ചെലവുകൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, മനവേദനകൾ, കർത്താവേ സ്തോത്രം, കുടുംബത്തിനകത്ത് സമാധാനം, സന്തോഷമില്ല, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ ഒന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥന അപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു അത്ഭുതം കർത്താവ് കൊടുക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭവനത്തിലും ദൈവത്തിന്റെ കാവലും, നിന്റെ സൂക്ഷിപ്പും, നിന്റെ സന്തോഷവും, നിന്റെ സമാധാനത്തെയും കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ഒരുത്തരും തകരുവാൻ, ഒരുത്തരും നശിക്കുവാൻ, ഒരു കുടുംബം പോലും ഇടിഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കരുതേ. എല്ലാ ഭവനത്തെയും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറച്ചാട്ട് കുഞ്ഞുങ്ങളുടെ വരുമാനത്തില്, അവരുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിഷയത്തില്, അവരുടെ കയ്യിന്റെ അധ്വാന ഫലങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു കൊടുക്കണം. അവരുടെ കർത്താവേ സ്തോത്രം, ഗർഭത്തിൻ കനികളെ കർത്താവ് അനുഗ്രഹിക്കണം, തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണം, അവരുടെ ജോലികളെ കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് വരുന്ന എല്ലാ നന്മകളിലും കർത്താവിന്റെ അനുഗ്രഹം ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശാപവും വേദനയും കണ്ണുനീരും പാടുകളെല്ലാം കർത്താവ് മാറ്റിക്കാട്ട് ഓരോ കുഞ്ഞുങ്ങളും വചനത്തിൽ ആശ്രയിക്കുവാൻ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലച്ചു നിൽക്കുവാൻ, കർത്താവിന് കൊടുക്കേണ്ട സമയം, കർത്താവിന് കൊടുക്കേണ്ട ദശാംശം, കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നേർത്തിയായി സന്തോഷമായി കൊടുത്ത് കർത്താവെ സത്യത്തിലും ആത്മാവിലും എൻ്റെ കുഞ്ഞുങ്ങൾ ആരാധിച്ച് ദൈവകൃപയിൽ ബലപ്പെട്ട് കർത്താവിന് വേണ്ടി വൈരാഗ്യത്തോട് കാലുവത്ത് നിൽക്കാനുള്ള കൃപ എൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്കും ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കടമയ്ക്ക് വേണ്ടിയോ കർത്താവെ സ്തോത്രം, മറ്റുള്ളവരെ കർത്താവെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയോ വേദവസ്തു എടുക്കുകയോ ചർച്ചയിൽ പോകുന്ന നീ സമ്മതിക്കരുതേ. ഞങ്ങളുടെ ആത്മാവിന്റെ ആ ഒരു സന്തോഷം, നിറവ് ഓരോരുത്തരും അനുഭവിക്കുവാൻ കർത്താവ് കൃപ തന്നാട്ടെ. ഒരുത്തരും തകരരുത്, ഒരുത്തരും നശിക്കരുത്, ഒരുത്തരും കൈവിട്ടു പോകരുത്, ഒരുത്തരും താളടിയാകരുതെന്ന് അപ്പച്ചന്റെ പാദം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഓരോ ഭവനത്തിലും ഓരോ കുടുംബത്തിലും ഉണ്ടായിരിക്കട്ടെ. അപ്പച്ച, ഇപ്പൊ ഞങ്ങൾ വായിച്ച വാക്യത്തിന് പ്രകാരം കർത്താവേ സ്തോത്രം, നിന്റെ ഓരോ കുഞ്ഞാകയാൽ നമ്മുടെ അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി
അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ താഴ്മയോട് ചോദിക്കുന്ന പോലെ ഓരോ കുടുംബത്തോടും നീ പ്രസാദം തോന്നണമേ. അവരുടെ ഭവനത്തെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിശ്ചയമായിട്ടും എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഭവനങ്ങളിലും കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ രുചിക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്താട്ട്. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത്. എല്ലാവരോടും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ദയവും ഇരിക്കട്ടെന്ന് താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തത്താലും മറുപടിയും കുഞ്ഞുങ്ങൾക്ക് മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരും തളരുവാൻ, നശിക്കുവാൻ, കൈവിടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൂരത്തിലും സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്ന പച്ചാം ഈ പ്രാർത്ഥന പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ കാവലുണ്ടായിരിക്കണം, ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇന്ന് പകൽ മുഴുവനും ഇന്ന് രാത്രി മുഴുവനും എൻ്റെ കുഞ്ഞുങ്ങളെ നീ കാക്കണമേ, സൂക്ഷിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ ഭവനത്തിലേക്ക് എല്ലാ ഭയങ്ങളും പ്രയാസങ്ങളും ശാപങ്ങളും എല്ലാം നശിക്കട്ടെ. ദൈവ സമാധാനം, ദൈവത്തിന്റെ അനുഗ്രഹം ഓരോ ഭവനത്തിലും അധികമധികമായി കാണുവാൻ കർത്താവ് സഹായിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയുടെ സ്തോത്രം. ഇവിടെ എത്രത്തോളം ശക്തിബലം തന്നല്ലോ, ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃപ തരണമേ എന്ന് അപേക്ഷിക്കുന്നു. താഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി ഈ വാക്യത്തെയും ഈ ആലോചനയും പ്രാർത്ഥനകൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന്റെ ശാപമെല്ലാം മാറി നിങ്ങൾ സന്തോഷമായിരിക്കുവാൻ കർത്താവ് സഹായിക്കും. ഓക്കെ, താങ്ക് യു.